ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. അനാദികാലം മുതൽ മനുഷ്യൻ വെളിച്ചം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. വെളിച്ചം ജീവനായിരുന്നു. വെളിച്ചം തേടിയുള്ള തീർത്ഥയാത്രയാണ് മനുഷ്യജീവിതം. ലോകത്തിൻ്റെ മാന്ത്രിക വീക്ഷണത്തിൽ ഇപ്പോഴും വട്ടമിട്ടുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദൈവത്തെക്കുറിച്ചുള്ള തെളിവാർന്ന ബോധത്തോടെ സംശുദ്ധമായ വിശ്വാസ വെളിച്ചം തേടിയുള്ള യാത്ര ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ശാസ്ത്രയുഗത്തിലും മാന്ത്രിക വീക്ഷണമുള്ള മതാചാരങ്ങളുടെ മണ്ഡലത്തിൽ അനേകമനേകം അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. അജ്ഞതയിലും ഭാവിയെപ്പറ്റിയുള്ള ഭയാശങ്കകളിലും വേരിറക്കി നിൽക്കുന്ന അന്ധവിശ്വാസത്തെ ഭേദിച്ച് വെളിച്ചം തേടിയുള്ള ഈ തീർത്ഥയാത്രയിൽ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സ്വസ്തിന ഇന്ദ്രവൃദ്ധ ശ്രുവാഹ സ്വസ്തിന പൃഷോ വിഗ്വേദാഹ സ്വസ്തിനക്താരക്ഷേ അരിഷ്ടനേമിഹ സ്വസ്തിനോ ബൃഹസ്പതി ഋതുദാതു. ബലികർമ്മം നടക്കട്ടെ. ഈ കബന്ധം ക്ഷേത്രത്തിന്റെ തെക്കുവശത്ത് മറവ് ചെയ്യുക. ഈ തല ക്ഷേത്രമുറ്റത്ത് പ്രദർശിപ്പിക്കുക. കാണണം. ഗോത്രം മുഴുവൻ കണ്ട ആനന്ദ നൃത്തം ചവിട്ടട്ടെ. നിൽക്ക്. ഇതാ നമ്മുടെ വക ഒരു സമ്മാനം. അടുത്ത അമാവാസി ദിനത്തിനായി കാത്തിരിക്കുക. എന്റെ മോളെ നിങ്ങൾ കൊന്നു. എന്റെ മോളെ നിങ്ങൾ എന്തിനാ കൊന്നത്? എന്റെ മോളെ എന്തിനാ നിങ്ങൾ കൊന്നത്? കൊല്ലുകയോ? ഛേ, നിങ്ങളുടെ മകളെ അർത്തമീസ് ദേവിക്ക് ബലി നൽകിയതല്ലേ? സന്തോഷിക്കേണ്ടതിന് പകരം നിലവിളിച്ച് ബഹളമുണ്ടാക്കുന്നു. എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു? എന്റെ മോളെ കൊല്ലാനും മാത്രം അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? നമ്മുടെ ഗോത്രത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതയായ
അർത്തമീസ് ദേവിയെ നിങ്ങളുടെ മകൾ അവഹേളിച്ചു. ഇല്ല ഇല്ല ഇല്ല, എന്റെ മകൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല, അവൾ അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്തു. നമ്മുടെ ഗോത്രത്തിനെതിരായോ അർത്തമീസ് ദേവിക്കെതിരായോ ആരെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരുടെ തലയറുത്ത് ദേവിക്ക് രക്താഭിഷേകം നടത്തും. അതാണ് ഗോത്ര നിയമം. മനുഷ്യന്റെ ചോര കുടിക്കുന്ന നീയും നിന്റെ ദേവിയും നശിച്ചു വെണ്ണീറാവും. ഭ്രാന്ത് പുലമ്പുന്നോ നീ? ഭ്രാന്തല്ല, സത്യം സത്യം. നശിക്കും, ഗോത്രം ഒഴിഞ്ഞു പോകും. ഈ ഭ്രാന്തിയെ പിടിച്ച് പുറത്താക്കണ. നഗരാതിർത്തി കടത്തി പ്രവേശന കവാടം അടച്ചു പൂട്ടുക. ഈ ഭ്രാന്തിയുടെ ജൽപ്പനങ്ങൾ ഇനി ഇവിടെ കേൾക്കരുത്. ഡെമോത്രിയോസേ, നീ കരയും. ചങ്കുപൊട്ടി കണ്ണുനീർ വാർത്ത് നീ വിലപിക്കും. എന്റെ മകളുടെ തലയെറുത്ത പീഠത്തിൽ നോക്കി നീ നിലവിളിക്കും. അത് കാണാൻ ഞാൻ വരും. പിടിച്ചുകൊണ്ട് പോടാ. നശിക്കും, മുടിഞ്ഞു പോകും. നീയും നിന്റെ ദേവിയും ഗോത്രവും എല്ലാം നശിക്കും. കൂട്ടരെ, ഇന്നത്തെ അമാവാസി ദിനത്തിൽ ബലിയർപ്പിച്ചത് ഒരു പ്രത്യേക നിയോഗത്തിനു വേണ്ടിയാണ്. നമ്മുടെ ഗോത്രം നിലനിൽക്കുന്നത് അർത്തമീസ് ദേവിയുടെ കടാക്ഷം കൊണ്ടാണ്. നമ്മുടെ തൊഴിലിനെയും ഗോത്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെയും ബാധിക്കുന്ന ഒരു വൻ അപകടം ഞാൻ മുന്നിൽ കാണുന്നു. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ദൈവങ്ങളെ അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്നൊരാൾ എഫേസോസിൽ മാത്രമല്ല ഏഷ്യയുടെ വിവിധ ദേശങ്ങളിലൊക്കെ പ്രസംഗിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അയാളുടെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ ആരാധനാ രീതിക്ക് എതിരാണ്. അത് തടയണം. നമ്മുടെ ഗോത്രത്തെയും തൊഴിലിനെയും അപകടത്തിലാക്കുന്ന പൗലോസിനെയും അവന്റെ സംഘത്തെയും എന്തുകൊണ്ട് വകവരുത്തിക്കൂടാ? വികാരങ്ങൾ കൊണ്ടോ എടുത്തുചാട്ടങ്ങൾ കൊണ്ടോ കാര്യമില്ല. പൗലോസിനെയോ അവന്റെ അനുയായികളെയോ എളുപ്പത്തിൽ വകവരുത്താൻ പറ്റില്ല. എഫേസോസിൽ മാത്രമല്ല, അവർ ഏഷ്യയിലാകെ വ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ ദൈവം പൗലോസിന്റെ കരങ്ങൾ വഴി അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഓഹോ, പിന്നെ എങ്ങനെയാണ് അവരെ നശിപ്പിക്കാൻ കഴിയുക? ഗുരു, എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം പൗലോസിനെ അത്ര നിസാരനായി കാണരുത്. അവന്റെ പ്രബോധനങ്ങളും പ്രസംഗങ്ങളും അത്ര ശക്തമാണ്. അത് കേൾക്കാൻ സ്ത്രീജനങ്ങളുടെയും യുവാക്കന്മാരുടെയും എണ്ണം വളരെ കൂടുതലാണ്. ഭാവിയിൽ അവന്റെ സ്വാധീനം നമ്മുടെ ഗോത്രത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. അവന്റെ ഗുണങ്ങളും ശക്തിയും പറയാനല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ബറാബാസ്, വളരെ പക്വതയോടും ക്ഷമയോടും കൂടി വേണം ഈ പ്രശ്നം പരിഹരിക്കുവാൻ. എടുത്തുചാട്ടം ഒന്നിനും പരിഹാരമാവുകയില്ല. അലക്സാണ്ടർ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. നമ്മുടെ ഗോത്രത്തിനെതിരെ വരുന്ന ശത്രുക്കളെ പിടിച്ചുകൊണ്ടുവന്ന് രക്തബലി അർപ്പിക്കുകയാണ് പതിവ്. അങ്ങനെ ചെയ്താൽ എതിരാളികളുടെ ശക്തി ക്ഷയിച്ചു പോകും. അടുത്ത അമാവാസി ദിനത്തിന് മുൻപ് പൗലോസിന്റെ അനുയായികളെ പിടിച്ചു കൊണ്ടുവരും. പൗലോസിനെ തന്നെ.
प्रभवमे या मस्तमय मोहाधीनश्मरमे अहं विट्टु चेरुं മകളെ, നീ എന്താണ് ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലപ്പാ. കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു, നീ സദാ ആലോചനയിലാണ്. സമയത്ത് ഭക്ഷണം പോലും കഴിക്കുന്നില്ലല്ലോ. അപ്പാ, ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സും ശരീരവും ഒരുപോലെ മരവിച്ചു. മോളെ, അകാല വൈദവ്യം അനുഭവിക്കുന്ന നിന്നെ കാണുമ്പോൾ ഈ അപ്പന്റെ മനസ്സ് നെരിപ്പോട് പോലെ നീറുകയാണ്. നമ്മുടെ കുലദൈവമായ അർത്തമീസ് ദേവിക്ക് വേണ്ടി എന്തുമാത്രം പൂജകൾ ഞാൻ നടത്തി. ദേവിദാസിയായി ജീവിച്ച എന്നോട് എന്തിനാണ് ഈ ക്രൂരത കാണിച്ചത്? ഒരു വിധവയായി ജീവിക്കാനായിരുന്നില്ലല്ലോ ഞാൻ പ്രാർത്ഥിച്ചത്. നമ്മുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം അർത്തമീസ് ദേവിയുടെ കടാക്ഷമാണ്. ഈ വരുന്ന അമാവാസി ദിനത്തിൽ എന്റെ മോൾക്ക് വേണ്ടി അപ്പൻ ഒരു നരബലി നടത്തും. ദേവി പ്രസാദിക്കും. എന്റെ മോളുടെ എല്ലാ ദുഃഖങ്ങളും മാറും. എല്ലാ ദുഃഖങ്ങളും മാറും. ഞാനിപ്പോൾ സംശയിക്കുന്നു, മനുഷ്യ രക്തം കൊതിക്കുന്ന ദേവി എങ്ങനെ മനുഷ്യരുടെ രക്ഷകയാവും? മോളെ, നമുക്ക് പാരമ്പര്യമായി കിട്ടിയ വിശ്വാസത്തെയും അർത്തമീസ് ദേവിയെയും നീ തള്ളിപ്പറയരുത്. അത് അപകടമുണ്ടാക്കും. അപകടം. ആരോ വരുന്നുണ്ട്. മോൾ അകത്ത് പോയിരുന്ന് ദേവിയോട് പ്രാർത്ഥിക്ക്. എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരണേന്ന്. മോള് ചെല്ല്. ഞങ്ങൾ ഒരു രഹസ്യ വിവരം അറിയിക്കാനാണ് വന്നത്. നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ പൗലോസിന്റെ പ്രധാന സഹയാത്രികരായ 2 ആളുകൾ രഹസ്യമായി താമസിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? അതേ ഗുരു, പക്ഷെ അവർക്ക് ചുറ്റും കാവലാളുകളുണ്ട്. എളുപ്പത്തിൽ അവരെ പിടിക്കാൻ കഴിയുകയില്ല. എളുപ്പമാവില്ല എന്ന് എനിക്കറിയാം, പക്ഷേ വഴികളുണ്ട്. നിങ്ങൾ രണ്ടുപേരും അവരുടെ സദസ്സുകളിൽ പോയി പ്രസംഗങ്ങൾ കേൾക്കുകയും അവരുമായി ചങ്ങാത്തം കൂടുകയും വേണം. ഇവിടെ കുറെ ആളുകൾ അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ ഇവിടെ കൊണ്ടുവരണം. പോയിക്കോ. നിങ്ങളെ വിളിപ്പിച്ചത് ഒരു രഹസ്യ വിവരം അറിയിക്കാനാണ്. പൗലോസിന്റെ അടുത്ത 2 സഹയാത്രികർ നമ്മുടെ അടുത്ത ഗ്രാമത്തിലുണ്ട്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനായി ഐവാനും ജോവാനും കൂടി പോയിട്ടുണ്ട്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ മേൽ വലിയൊരു കുറ്റം ചാർത്തി അവരെ ബന്ധിക്കണം. എന്ത് കുറ്റമാണ് അവരുടെ മേൽ ചുമത്തേണ്ടത്? അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിന് കളങ്കം വരുത്തുന്ന തരത്തിൽ വലിയൊരു കുറ്റം വേണം അവരുടെ മേൽ ചുമത്താൻ. അവരെ പിടിച്ചുകൊണ്ടുവന്നാൽ ക്ഷേത്രത്തിന്റെ പിന്നിലെ ഇരുട്ടുമുറിയിൽ അടയ്ക്കുക. ഭക്ഷണമോ വെള്ളമോ കൊടുക്കരുത്. പൗലോസിന്റെയും അനുയായികളുടെയും നീക്കങ്ങൾ അവരിൽ നിന്നറിയണം. എന്നിട്ട് വേണം അവരുടെ മേൽ കുറ്റമാരോപിക്കുവാൻ. അവർ ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം അറിയിച്ച് അവരെ തടവിന് വിധിക്കണം. ശരി, നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യാം. അങ്ങ് പറഞ്ഞത് പ്രകാരം നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ നിന്നും ഇവരെ പിടികൂടാൻ കഴിഞ്ഞു. ഇവർ പൗലോസിന്റെ സഹയാത്രികർ തന്നെ. പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്ത് ചതിവാണ് നിങ്ങൾ കാണിച്ചത്? ഞങ്ങളെ ബന്ധിക്കുവാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്?
നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഞങ്ങൾക്കില്ല. അഴിച്ചുവിടാം. പക്ഷേ പൗലോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറയണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിവരവും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയില്ല. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ഇവരെല്ലാം പറയും. ബറബ്ബാസേ, ഇവരെ തൽക്കാലം നമ്മുടെ ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി അടയ്ക്ക്. എനിക്ക് വിശക്കുന്നു, എന്റെ ശരീരം തളർന്നു പോകുന്നേ. എനിക്ക് വിശക്കുന്നു, അയ്യോ എനിക്ക് വിശക്കുന്നേ, എനിക്ക് വിശക്കുന്നു. സഹോദര, നിങ്ങൾ ശാന്തനാകൂ. എനിക്ക് വിശക്കുന്നു, അയ്യോ എനിക്ക് വിശക്കുന്നേ. ആരാണ് അവിടെ നിലവിളിക്കുന്നത്? എനിക്ക് ദാഹിക്കുന്നേ, എനിക്ക് ദാഹിക്കുന്നേ, എനിക്ക് വിശക്കുന്നേ, അയ്യോ എനിക്ക് ദാഹിക്കുന്നേ. നിങ്ങളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ഏത് ദേശക്കാരാ? എന്തിനാ നിങ്ങൾ ഈ തടവറയിൽ കിടക്കുന്നത്? ഞങ്ങൾ മക്കതോണിയക്കാരാണ്. ഇവിടെ വന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് 2 സഹോദരന്മാർ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെയുള്ളവർ ഞങ്ങളെ പിടിച്ച് തടവുകാരാക്കി. അവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ ആത്മീയ ഗുരുവായ പൗലോസിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും പറയണമെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ മുറിയിൽ അടയ്ക്കപ്പെടുന്നവർ ഒന്നുകിൽ ദേവിക്ക് ബലിയർപ്പിക്കാം, അല്ലെങ്കിൽ ഗോത്രത്തിന്റെ ശത്രുക്കളായിരിക്കാം. എന്തായാലും അവർക്ക് മരണശിക്ഷ ഉറപ്പാണ്. ഞങ്ങൾ അത്തരക്കാർ ഒന്നുമല്ല. നിങ്ങളുടെ ദേവിക്കെതിരായോ നിങ്ങളുടെ ഗോത്രത്തിനെതിരായോ ഒന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ പൗലോസിന്റെ സഹയാത്രികരാണ്. ആരാണ് അയാൾ? റോമ സാമ്രാജ്യത്തിലെ സിസിലി പ്രവിശ്യയിൽ ജനിച്ച ഒരു യഹൂദനാണ് പൗലോസ്. ഒരു സമയത്ത് ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ എതിരാളിയായി പ്രവർത്തിക്കുകയും പിന്നീട് ക്രിസ്തു അവന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് അവൻ മാനസാന്തരപ്പെടുകയും ഇപ്പോൾ അവൻ യേശുവിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രസംഗിച്ചു ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. ദൈവകരം അവന്റെ മേൽ ഇപ്പോഴുമുണ്ട്. അയ്യോ ഞാനിപ്പോ ചത്തുപോവേ, എനിക്ക് വിശക്കുന്നേ, എനിക്ക് ദാഹിക്കുന്നു, അയ്യോ ഞാനിപ്പോ ചത്തുപോവേ, ഞാനിപ്പോ ചത്തുപോകും, എനിക്ക് വിശക്കുന്നു. ഞാൻ പോയി നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ആരെങ്കിലും അറിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും തല വെട്ടും. ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ജീവനെ ഭയന്നിട്ടും പട്ടിണി കിടന്നും പൗലോസിന് വേണ്ടി എൻ്റെ ജീവൻ കളയാൻ ഞാൻ തയ്യാറല്ല. അവർ എന്നോട് പൗലോസിനെ പറ്റി ചോദിച്ചാൽ ഞാൻ തുറന്നു പറയും. എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എൻ്റെ സഹോദര, നിങ്ങൾ ഒരിക്കലും യൂദാസിനെ പോലെ ആകരുത്. നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ, പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട് അന്ത്യോക്യയിൽ എത്രയോ വിജാതീയർ കർത്താവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു. കർത്താവ് എന്തുമാത്രം അത്ഭുതങ്ങൾ പൗലോസിലൂടെ അവിടെ പ്രവർത്തിച്ചു. എങ്കിൽ കർത്താവ് ഇപ്പോൾ ഇവിടെ വന്ന് നമ്മളെ രക്ഷിക്കട്ടെ. എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഇവർ നമ്മളെ ഇവരുടെ ദേവിക്ക് ബലി കൊടുക്കും. നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല. സഹോദര, നിങ്ങൾ നിരാശപ്പെടരുത്. നമ്മൾ വിശ്വസിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചത് യേശുവിന് വേണ്ടിയാണെങ്കിൽ യേശു വരും, നമ്മളെ രക്ഷിക്കും. നീ അവനിൽ വിശ്വസിക്ക്, അത്ഭുതം കാണും. എൻ്റെ അമ്മയെ ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അമ്മയ്ക്ക് ഞാനൊരു പ്രതീക്ഷയായിരുന്നു. പൗലോസ് മക്കദോനിയയിൽ വന്ന് യേശുവിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രസംഗിച്ചത് കേട്ടപ്പോൾ എൻ്റെ ചിന്തകളെയും ജീവിതത്തെയും അത് മാറ്റിമറിച്ചു. പക്ഷേ സഹോദര, നിങ്ങളുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ നിങ്ങളെ തളർത്തും. ഹൃദയങ്ങളെ കാണുന്ന ഒരു ദൈവം, പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം, നീ വിശ്വസിച്ചാൽ അത്ഭുതം കാണുമെന്ന് അവന്റെ വചനമുണ്ട്. ദാ 2 അപ്പവും കുറച്ച് വെള്ളമുണ്ട്. ദാ ശത്രുവിന്റെ കയ്യിൽ കൂടി തന്നെ ഭക്ഷണം തന്ന് നമ്മുടെ ദൈവം നമ്മളെ തൃപ്തരാക്കി. എന്തോ ഒരു ഭക്ഷണത്തിന്റെ മണം.
ശരിയാണ്. നിങ്ങൾക്കാരാണ് ഭക്ഷണം തന്നത്? സത്യം പറയണം. നിങ്ങൾക്കാരാണ് ഭക്ഷണം തന്നത്? സത്യം പറയണം. ഇനി ഞങ്ങളെ അടിക്കല്ലേ, ഞാൻ ചത്തുപോകും. ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾക്ക് ആഹാരം തന്നത്. ആ, ആ, അയ്യോ. ജൂലിയ? ജൂലിയോ? ഈ നഗരവാസികൾ മുഴുവൻ ഉടൻ ഇവിടെ എത്തും. നിങ്ങളെ അവർ കല്ലെറിഞ്ഞു കൊല്ലും. അതിനു മുൻപ് പൗലോസും അവന്റെ അനുയായികളും ഇവിടെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് ഞങ്ങളെ എങ്ങനെ വേണമെങ്കിലും കൊല്ലാം. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും കിട്ടുകയില്ല. നിങ്ങളുടെ ധാർഷ്ട്യത്തോടെയുള്ള സംസാരം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ബറബ്ബാസ്, ഇവരെ ഒന്നുകൂടി കൈകാര്യം ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തു പറ്റി? നിങ്ങളുടെ ആവേശം എവിടെ പോയി? ഗുരു, വളരെ വേദനാജനകമായ ഒരു വാർത്ത ഇവരിൽ നിന്നും ഞങ്ങൾക്ക് കേൾക്കാനിടയായി. നിങ്ങൾ ഇവരിൽ നിന്നും എന്ത് വാർത്തയാണ് കേട്ടത്? അത് ഈ ജനത്തോട് പറയൂ. നിങ്ങൾ ഞങ്ങളെ പറയാൻ നിർബന്ധിക്കരുത്. ഈ വാർത്ത ജനം അറിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ അപകടത്തിലാക്കും. അവരുടെ പ്രബോധനങ്ങൾ കേട്ട് നിങ്ങളും വഴിതെറ്റിപ്പോയോ? ബറബ്ബാസ്, നിങ്ങൾ ഈ ജനത്തോട് പറയൂ, നിങ്ങൾ കേട്ട വിവരങ്ങൾ എന്താണെന്ന്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. ഇവർക്കാരോ ഭക്ഷണവും വെള്ളവും കൊടുത്തതുപോലെ ഇവരെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിച്ചു. അത് അങ്ങയുടെ മകൾ ജൂലിയയാണ്. ഇല്ല, ഒരിക്കലുമില്ല. എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല. എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല. എന്റെ മകളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ നിന്നെ ഞാൻ ആരും അറിയാതെ വകവരുത്തി കളയും. അറിയാം, നിങ്ങൾ അത് ചെയ്യും. ഇതിനു മുമ്പും എതിര് നിൽക്കുന്നവരെ നിങ്ങൾ വകവരുത്തിയിട്ടുണ്ട്. നിങ്ങൾ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. നിയമം എല്ലാവർക്കും ബാധകമാണ്. നമ്മുടെ ഗോത്രത്തിനെതിരായോ നമ്മുടെ കുലത്തൊഴിലിനെതിരായോ പ്രവർത്തിക്കുന്നവരാരായാലും അവരെ നമ്മുടെ ശത്രുക്കളായി കണ്ട് ദേവിക്ക് ബലിയർപ്പിക്കണം. അതാണ് നിയമം. അലക്സാണ്ടർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്റെ മോളെ ദേവിക്ക് ബലി കൊടുക്കണമെന്നോ? ഇല്ല, ഇല്ല. നിങ്ങൾ കെട്ടിച്ചമച്ച കഥയാണിതെങ്കിൽ ദേവിക്ക് ബലി കൊടുക്കുന്നത് നിങ്ങളെ ആയിരിക്കും. അങ്ങയുടെ മകളെ വിളിച്ച് ചോദിക്കണം. ചോദിക്കാം. ജൂലിയ, ജൂലിയ. അപ്പാ, എന്നെ വിളിച്ചോ? ഇവർ നിന്നെ കുറിച്ച് പറയുന്നത് സത്യമാണോ? ഇവരെന്താണ് പറഞ്ഞത്? ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് നീ എപ്പോഴെങ്കിലും ഭക്ഷണവും വെള്ളവും കൊടുത്തോ? നീ കൊടുത്തോ ഇല്ലയോ? ചോദിച്ചത് കേട്ടില്ലേ? ശരിയാണ്, ഇവർ നമ്മുടെ ശത്രുക്കളല്ല. നിരപരാധികളായ ഇവർ എന്ത് ദ്രോഹമാ നമുക്കെതിരെ ചെയ്തത്? അവർ ശത്രുക്കളോ മിത്രങ്ങളോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല. മോളെ, നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം നിനക്കറിയാമോ? വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ എന്ത് തെറ്റാണപ്പാ? മോളെ, നീ മരണശിക്ഷ ചോദിച്ചു വാങ്ങിയല്ലോ എന്റെ മോളെ.
യൂലിയായെ ബലി കൊടുക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. ഇളവന്റെ കയ്യിൽ ധാരാളം സ്വർണവും പണവുമുണ്ട്. ഈ ഗോത്രത്തിലെ ഓരോരുത്തരും ക്ഷേത്രത്തിന്റെ വെള്ളി മാതൃകൾ ഉണ്ടാക്കി വിൽക്കുമ്പോൾ അതിന്റെ 1 ദശാംശം കാലാകാലങ്ങളായി ദെമോത്രിയോസിന്റെ കുടുംബത്തിലേക്ക് പോകുന്നു. ആ സമ്പത്ത് നമുക്കെങ്ങനെയെങ്കിലും കൈക്കലാക്കണം. നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എത്രയും പെട്ടെന്ന് യൂലിയായെ ബലി കൊടുക്കുവാൻ സാഹചര്യം ഉണ്ടാക്കാം. ബറാബാസേ, എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. അല്ല അല്ല, എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിനക്ക് തരാം. എന്റെ മകളെ രക്ഷിക്കാൻ നിനക്കാവുമോ? എന്റെ മകളെ രക്ഷിക്കാൻ നിനക്കാവുമോ? നമ്മൾ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ ലംഘിച്ചാൽ ദേവി കോപമുണ്ടാകും. എന്റെ ദേവി, എന്റെ പ്രിയപ്പെട്ട ജനമേ, എന്റെ മകളെ ഈ ബലിയിൽ നിന്നും രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പകരം നിങ്ങൾ എന്നെ തന്നെ ദേവിക്ക് ബലി കൊടുത്തോളൂ. എന്റെ ദേവി, എന്റെ ജീവൻ എടുത്തോളൂ. എന്റെ മകളെ രക്ഷിക്കണേ പ്രിയ ജനമേ. ആചാരങ്ങൾ ലംഘിച്ചാൽ ഞങ്ങളുടെ മേൽ ദേവി കോപം ഉണ്ടാകും. അവളെ ബലി കൊടുക്കൂ. ഇല്ല, എന്റെ മകളെ ഞാൻ തരില്ല. എന്റെ മകളെ ഞാൻ വിട്ടുതരില്ല. എന്റെ ജീവൻ എടുത്തോളൂ. എന്റെ മകളെ ഞാൻ വിട്ടുതരില്ല. ദേവി, എന്റെ മകളെ ഞാൻ വിട്ടുതരില്ല. എന്റെ മകളെ രക്ഷിക്കണേ. ദേവി. ഇല്ലപ്പാ, ദേവി ഒരിക്കലും രക്ഷപ്പെടുത്തില്ല. ദേവിക്ക് വേണ്ടത് രക്തമല്ലേ? ഞാൻ തയ്യാറാണ്. എന്നെ ദേവിക്ക് ബലി കൊടുത്തോളൂ. അപ്പാ. എന്റെ മോളെ, നീ എന്താണ് ഈ പറയുന്നത്? നിന്നെ ബലി കൊടുക്കാനോ? ഈ അപ്പൻ എന്റെ പൊന്നു മോളെ ബലി കൊടുക്കണമെന്നോ? എന്റെ മോളെ. അപ്പാ, കാരാഗ്രഹത്തിൽ അടച്ച സഹോദരന്മാരിൽ നിന്നും എനിക്കൊരു സത്യം മനസ്സിലായി. അവരിലൂടെ ഒരു ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഞാനറിയാതെ തന്നെ ആ ദൈവത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പ, ആരാണ് അവരുടെ ദൈവം? നസ്രായനായ യേശു. ഞങ്ങൾക്ക് വേറെ ഒരു ദൈവത്തെ കുറിച്ചും കേൾക്കണ്ട. ഞങ്ങളുടെ ദൈവം അർത്തമേസ് ദേവിയാണ്. ഈ ദേവിയുടെ മുമ്പിൽ വെച്ചാണോ മറ്റ് ദൈവത്തെ പുകഴ്ത്തി സംസാരിക്കുന്നത്? കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ദേവിയെ ഞാൻ ആരാധിച്ചിരുന്നു. ഒരുപാട് നേർച്ചകൾ നിറവേറ്റിയിട്ടുണ്ട്. പക്ഷേ എത്ര ബലികൾ അർപ്പിച്ചാലും മണ്ണുകൾക്ക് പ്രസാദിക്കാൻ കഴിയില്ല. നിർത്തൂ. നമ്മുടെ ദേവിയെ പരിഹസിച്ച ഇവൾക്ക് മരണശിക്ഷയാണ് കൊടുക്കേണ്ടത്. അങ്ങയുടെ മകൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? പൗലോസിന്റെ കൂട്ടാളികളുടെ പ്രബോധനങ്ങൾ കേട്ട് എന്റെ മകളുടെ മാനസിക നില തെറ്റിയോ എന്ന് ഞാൻ സംശയിക്കുന്നു.
എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ മകളെ ഈ ബലിയിൽ നിന്ന് രക്ഷിക്കാമെന്ന് കരുതേണ്ട. എന്റെ ദേവി, എന്റെ ദേവി, എന്റെ ദേവി. ഡെമത്രിയോസേ, ഡെമത്രിയോസേ, നിനക്കിപ്പോൾ വേദനിക്കുന്നുണ്ടോ? ആരാ നീ? മറന്നു അല്ലേ? ആരാണ് നീ? ആരാണ് നീ? അയ്യോ, അയ്യോ, പ്രേതം! രക്ഷിക്കണേ, രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! നീ കരയണം, അലറി വിളിച്ച് കരയണം. നിന്റെ കരച്ചിൽ കേട്ട് വേണം എനിക്ക് മനം നിറഞ്ഞ് ചിരിക്കാൻ. നീ എന്തിനിവിടെ വന്നു? ആരാ നീ? പറയടി, നീ ആരുടെ ചോര കുടിക്കാൻ വന്ന യക്ഷിയാ? പറയാൻ. ചോര കുടിക്കുന്നത് നീയും നിന്റെ ദേവിയുമല്ലേ? നോക്ക്, കണ്ണ് തുറന്നു നോക്ക്. എന്റെ മകളുടെ തലയെറുത്ത ബലിക്കല്ലിൽ നോക്കി ചങ്ക് പൊട്ടി നീ കരയുന്നത് ഞാൻ കൺകുളിർക്കെ കാണട്ടെ. അപ്പോ നീ 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 ആരാ? അതെ, അന്ന് എന്റെ മകളിൽ ആരോപിച്ച കുറ്റം ഇന്ന് നിന്റെ മകൾ ചെയ്തിരിക്കുന്നു. നിന്റെ മകളെ ദേവിക്ക് ബലി കൊടുക്കുക. ആ രക്തം മേലാസകലം വാരിപ്പൂശി നീ ഭ്രാന്തനായി നടക്ക. എന്റെ ദേവി, സഹോദരി, എന്റെ മകളെ രക്ഷിക്കാൻ നിനക്ക് കഴിയുമോ? എന്റെ മകളെ രക്ഷിക്കാൻ നിനക്ക് കഴിയുമോ? ഇതാണ് സത്യം. കാലം കാത്തുവച്ച നീതി, ദൈവത്തിന്റെ നീതി. നിന്റെ ദുഷ്ടതകൾക്കുള്ള പ്രതിഫലം, പാപങ്ങളോട് ചോര കുടിച്ച് കൊഴുത്തു വീർത്ത അധികാര ഗർവിന്റെ പതനം ഇവിടെ ആരംഭിക്കുന്നു. നിന്റെ മകളിലൂടെ ഇത് തലമുറകൾക്ക് പാഠമാകും. അപ്പാ, ഇത് നമ്മുടെ സമ്പാദ്യത്തിന്റെ താക്കോലുകളാണ്. മോളെ, നീയാണ് എന്റെ സമ്പത്ത്. നീ ഇല്ലാതെ വേറൊരു സമ്പത്ത് എനിക്ക് എന്തിനാ? മോളെ, നീ അവർക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ അപ്പൻ എന്റെ മോളെ നഷ്ടപ്പെടുമായിരുന്നില്ലല്ലോ. സത്യം പറഞ്ഞു പഠിക്കണമെന്ന് അപ്പ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്? ഞാൻ കളവ് പറഞ്ഞാൽ 2 നിരപരാധികൾ ശിക്ഷിക്കപ്പെടില്ലേ അപ്പ? അപ്പ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്.
മോളെ, അനന്തമായി കിടക്കുന്ന ആ മരുഭൂമിയിലൂടെ നാളെ ഞാനൊരു യാത്ര പോവുകയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്ര. നമ്മുടെ പൂർവികർ അവരുടെ മരണമെടുക്കുമ്പോൾ ചെയ്തു വന്നിരുന്ന ഒരു പ്രായശ്ചിത്തം. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കഠിനമായ ചൂട് കാരണം ശരീരത്തിലെ വെള്ളമെല്ലാം നഷ്ടപ്പെട്ട് തളർന്നു വീഴും. കഴുകന്മാർ ജീവനോടെ ആഹാരമാക്കും. കഴുകന്മാർ ജീവനോടെ ആഹാരമാക്കും. കഴുകന്മാർ ജീവനോടെ ആഹാരമാക്കും. അപ്പ അങ്ങനെ ഒന്നും പറയരുതേ അപ്പ. രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ബലിപീഠം ഒരുങ്ങട്ടെ, പൂജാകർമ്മങ്ങൾ തുടങ്ങട്ടെ. അർത്തമിസ് ദേവിയുടെ നിയമങ്ങൾ ഗോത്രത്തലവനും മകൾക്കും ഈ ജനത്തിനും എനിക്കും ഒരുപോലെ ഒരുപോലെ ബാധകം. ബലികർമ്മങ്ങൾ ആരംഭിക്കട്ടെ. പിടിച്ചുകൊണ്ടു വാടാ. നിങ്ങൾ ഈ ബലി കാണണം. പൗലോസിനോടും കൂട്ടരോടും പറയണം, എഫേസൂസുകാരെ വഴിതെറ്റിക്കാൻ വന്നാൽ ഇതാണ് ഫലം. നിങ്ങളുടെ ദൈവങ്ങൾക്ക് എന്റെ മകളെ രക്ഷിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ദൈവങ്ങൾക്ക് എന്റെ മകളെ രക്ഷിക്കാൻ കഴിയുമോ? എന്റെ മകളെ രക്ഷിക്കാൻ കഴിയുമോ? നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. സിംഹക്കുഴിയിൽ നിന്നും ദാനിയേലിനെ രക്ഷിച്ച ദൈവമേ, ഹേറോദേസിന്റെ കാരാഗ്രഹത്തിൽ നിന്നും പത്രോസിനെ രക്ഷപ്പെടുത്തിയ ദൈവമേ, നിന്നെ വിളിക്കുന്ന ഓരോ വിളികൾക്കും ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം തരുന്ന ദൈവമേ, അന്ന് സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന് നിന്റെ മഹത്വം ദർശിക്കുവാൻ ഈ ജനങ്ങൾക്ക് അവസരം കൊടുക്കണമേ. എന്റെ പ്രിയ എഫേസൂസുകാരെ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നിങ്ങൾ രക്ഷ പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്നരുളി ചെയ്ത കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. എന്റെ പ്രിയ എഫേസൂസുകാരെ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നിങ്ങൾ രക്ഷ പ്രാപിക്കേണ്ടതിന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല എന്നരുളി ചെയ്ത കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. പാപികളുടെ രക്ഷയ്ക്കായി ക്രൂശിതനായി മരിച്ച കർത്താവായ യേശുവേ, ഈ മഹാപാപിയോട് കരുണ കാണിക്കണേ. യേശുവേ,
ഈ മഹാഭാവിയോട് കരുണ കാണിക്കണേ. നിന്റെ കാരുണ്യത്തിന്റെ കരകൾ നീട്ടി എന്റെ മകളെ രക്ഷിക്കണേ ദൈവമേ. കർത്താവായ യേശുവേ, എന്റെ മകളെ രക്ഷിക്കണേ യേശുവേ. നിന്റെ തിരുമുറിവുകളിൽ ഞാൻ അഭയം തേടുന്നു. കർത്താവായ യേശുവേ, എന്റെ വിശ്വാസത്തെ നീ ഊട്ടിയുറപ്പിച്ചെന്നെ ചേർത്ത് നിർത്തണേ എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ യേശുവേ, എന്റെ മകളെ രക്ഷിക്കണേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ യേശുവേ. വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മണ്ണിൽ രക്ഷകനായി വന്നു നിനാഥൻ, പാരിൽ സർവനാമം യേശുനാഥൻ. സത്യവും നീതിയും നൽകിടുവാൻ എന്നും മണ്ണിൽ നീ വസിക്കണമേ.